യുവതിക്ക് നഗ്ന ഫോട്ടോ അയച്ച SFI നേതാവ് പിടിയിൽ. ഗൗതം എന്നയാളെ നെയ്യാർ പോലീസ് പിടികൂടി. വാട്സാപ്പ് വഴി നഗ്ന ഫോട്ടോ അയച്ചതിനും നിരന്തരം ഫേസ്ബുക്കിലൂടെ മെസ്സഞ്ചറിലൂടെ വിളിച്ചതിനുമാണ് അറസ്റ്റ്. ഇയാളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ CK ഹരീന്ദ്രൻ ഇടപെട്ടതായും പരാതിയുണ്ട്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, ഒരു പ്രധാനപ്പെട്ട കേസിൽ യുവതിക്ക് നഗ്ന ഫോട്ടോ അയച്ച കേസിൽ SFI നേതാവ് പിടിയിലായിരിക്കുന്നു. ഗൗതം എന്നുള്ള നേതാവിനെ പിടിയിലായിരിക്കുന്നു. പക്ഷേ ഇയാളെ ഇറക്കുന്നതിന് സ്ഥലം MLA ഇടപെട്ടു എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ്, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ ചില അസ്വാഭാവിക സംഭവങ്ങൾ അരങ്ങേറുന്നത്. നഗ്ന ദൃശ്യങ്ങൾ ഫേസ്ബുക്കിലൂടെയും ഒപ്പം തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ അയച്ചു നൽകിയതിന്റെ പേരിലാണ് ഒരു SFI നേതാവിനെ നെയ്യാർ ഡാം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കസ്റ്റഡിയാണെന്നുള്ളതാണ്. ഔദ്യോഗിക അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള സൂചനകൾ കൂടി നെയ്യാർ ഡാം പോലീസ് നൽകുന്നുണ്ട്. കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമാണ് ഇവിടെ നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിലേക്ക് നിരന്തരമായി CK ഹരീന്ദ്രൻ MLA അടക്കമുള്ളവരുടെ ഫോൺ കോളുകൾ എത്തിത്തുടങ്ങിയത്. അതായത് SFI നേതാവിനെ വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ പുറത്തിറക്കണം എന്നുള്ളതാണ് ഈ ഫോണിലൂടെ എത്തിയിട്ടുള്ള ആവശ്യങ്ങൾ എന്നുള്ളതാണ്. ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം ചെയ്ത SFI നേതാവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളത്. ഗൗതം എന്നാണ് ഈ SFI നേതാവിന്റെ പേര്. SFI പ്രാദേശിക നേതാവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം തലസ്ഥാന ജില്ലയിലെ SFI ജില്ലാ കമ്മിറ്റി പ്രതിനിധികൾ അടക്കമുള്ളവർ ലഹരി ഉപയോഗിച്ചത് വലിയ രീതിയിൽ വാർത്തയാവുകയും കമ്മിറ്റി അടക്കം പിരിച്ചുവിട്ടത് ജനം TV വാർത്തയെ തുടർന്നുമാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സഹപാഠി കൂടിയായ പെൺസുഹൃത്ത് കൂടിയായിരുന്ന പെൺകുട്ടിക്ക് ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെയും മെസ്സഞ്ചറിലൂടെയും ഒക്കെ നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തത്. നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തത് മാത്രമല്ല, ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പെൺകുട്ടിയുടെ പേര് വിവരങ്ങളോ വിശദാംശങ്ങളോ ഒന്നും തന്നെ നമുക്ക് പുറത്തു നൽകാൻ സാധിക്കില്ല. പക്ഷേ നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ പലതവണ കുടുംബം അടക്കമുള്ളവർ താക്കീത് ചെയ്തിരുന്നു. പക്ഷേ ആ താക്കീതുകൾ ഒന്നും തന്നെ ഈ SFI നേതാവ് ഗൗതം നിൽക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള പരാതിയുമായി ഈ പെൺകുട്ടിയുടെ കുടുംബം നെയ്യാർ ഡാം പോലീസിനെ സമീപിക്കുകയും നെയ്യാർ ഡാം പോലീസ് ഗൗതമിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഗൗതം തുടരുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുകയാണ്. ഇരുവരും സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സുഹൃത്തുക്കളായതിനു ശേഷം പിന്നീട് അസ്വാഭാവികമായ രീതിയിലുള്ള പെരുമാറ്റം ഗൗതമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പത്തനാപുരത്തുണ്ടായതിന് സമാനമായ രീതിയിൽ ഒരു MLA തന്നെ ഈ പ്രതിയെ ഇറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CK ഹരീന്ദ്രനാണ് ഇത്തരത്തിൽ അറസ്റ്റിലായ യുവതിക്ക് നഗ്ന ഫോട്ടോ അയച്ച് പിടിയിലായ SFI നേതാവ് ഗൗതമിനെ കേസിൽ നിന്ന് ഊരുന്നതിന് വേണ്ടി സ്ഥലം MLA CK ഹരീന്ദ്രൻ ഇടപെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.